ദുൽഖർ സൽമാനെ കുറിച്ചാണ്. ദുൽഖർ കാര്യമായി മലയാളത്തിൽ പടങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ത് എന്നുള്ള ചോദ്യം ആരാധകർ ചോദിക്കുന്നതാണ്. ദുൽഖറിൻ്റെ ഒരു ഹിറ്റായ പടമൊക്കെ വന്നിട്ട് കാലം കുറേയായി. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ദുൽഖർ കൃത്യമായൊരു ഉത്തരം അങ്ങനെ തുറന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം മറ്റൊരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ലേബൽ, അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടിയുടെ മകൻ എന്നുള്ള ഒരു പേര് അദ്ദേഹത്തെ പല രീതിയിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. വേട്ടയാടുന്നു എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ടോണിലല്ല, അദ്ദേഹത്തിന് അത് പല രീതിയിൽ വിഷമമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് മലയാളത്തിൽ പടം ചെയ്യാൻ പലപ്പോഴും അദ്ദേഹത്തിന് പേടിയാണെന്ന് അദ്ദേഹം പറയുന്നു. ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം മലയാളം ബോളിവുഡിനും പാൻ ഇന്ത്യക്ക് സംഭാവന ചെയ്ത ഏറ്റവും നല്ലൊരു നടൻ കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പടങ്ങളുണ്ട്, ഹിന്ദിയിലും തമിഴിലുമൊക്കെ അദ്ദേഹം അവിടെ നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മമ്മൂട്ടി എന്നുള്ള പേര് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പേടി തോന്നാൻ മാത്രം വിഷയീഭവിച്ചത്? എന്താണ് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം? മമ്മൂട്ടി പിതാവ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ അർത്ഥത്തിൽ ഒരു പ്രശ്നമായി മാറുന്നത് എന്നുള്ളത് കൂടി നമ്മൾ അവസാനമായി ചെയ്യുന്നത്. നിഷാദ്, എനിക്കിത് സമീപ ദിവസങ്ങളിലല്ല കേട്ടോ, കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഹിന്ദി സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കവെയാണ് ഈ അച്ഛൻ്റെ പേര് ഭാരം തനിക്ക് പ്രശ്നമാകുന്നുണ്ട് എന്ന് ദുൽഖർ പറയുന്നത്. അപ്പോൾ അത് അയാളുടെ കരിയറിനെ എങ്ങനെയാണ് നെഗറ്റീവായി ബാധിച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. അത് അയാളുടെ ഒരു പേഴ്സണൽ കൺസേൺ ആണ്. അപ്പോൾ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ, നമ്മളെ സംബന്ധിച്ച് മമ്മൂട്ടിയാണ് ഇപ്പോഴും ഇന്ത്യയിലെ, കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലൊരാൾ. മമ്മൂട്ടിക്ക് മോഹൻലാലിൻ്റെ മുകളിലേക്ക് വളരാനോ സ്വയം പ്രതിഷ്ഠിക്കാനോ കേരളത്തിൽ വേറെ ഒരു താരത്തിനും കഴിഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത്. അവരാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള, ഏറ്റവും വിപണിയുള്ള, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരങ്ങൾ. മമ്മൂട്ടിയുടെ മകൻ എന്ന് കേരളത്തിൽ ദുൽഖർ സൽമാൻ വിശേഷിപ്പിക്കപ്പെടുക സ്വാഭാവികമാണ്. അത് മമ്മൂട്ടിയോടുള്ള ആളുകളുടെ സ്നേഹം അതിലൊരു ഘടകമാണ്. മമ്മൂട്ടിയാണ് ദുൽഖർ സൽമാനേക്കാളും ആളുകൾക്ക് പരിചിതനായിട്ടുള്ള ഒരു താരം, അവർക്ക് ഹൃദയത്തിലുള്ള താരം. അപ്പം മമ്മൂട്ടിയുടെ മകൻ എന്ന നിലയ്ക്ക് ദുൽഖർ സൽമാനെ ആളുകൾ അടയാളപ്പെടുത്തുകയോ പറയുകയോ ചെയ്യുന്നതിൽ അസ്വാഭാവികതയൊന്നും ഞാൻ കാണുന്നില്ല. അതേസമയം ദുൽഖർ സൽമാന് എന്താ പറയുക, വ്യക്തിപരമായി ഞാൻ ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാനും അങ്ങനെ ആഗ്രഹിക്കാനും അങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് മോഹിക്കാനുമുള്ള അവകാശമുണ്ട്. അതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യത്തിൽ ഇപ്പോഴും മമ്മൂട്ടിയുമായി ചേർത്താണ് അവർ കാണുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അങ്ങനെയില്ല. നോർത്ത് ഇന്ത്യക്കാർക്ക് മമ്മൂട്ടി ആ നിലയ്ക്ക് പരിചയം, അവരുടെ ഹൃദയവികാരത്തിൻ്റെ ഭാഗമല്ല മമ്മൂട്ടി. ഇവിടെ വന്നാൽ അങ്ങനെയല്ല. അപ്പോൾ പ്രിവിലേജുകൾ, ഇപ്പം മമ്മൂട്ടിയുടെ മകൻ സിനിമയിലേക്ക് വരികയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതിൽ നിശ്ചയമായും അദ്ദേഹത്തിന് ആ നിലയ്ക്കൊരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേഗത്തിൽ എടുത്തു കളയാൻ കഴിയുന്ന ഒരു സംഗതി അല്ല അത്. ഓക്കെ, ആദ്യമായി ഒരു സിനിമ കിട്ടുക, വീണ്ടും സിനിമകൾ കിട്ടുക, ആളുകൾ ഒരു ഫാൻ ബേസിൻ്റെ ഒരു തുടർച്ച തന്നെ. ഇപ്പോൾ പ്രണവ് മോഹൻലാലിന് കിട്ടുന്നത് എന്താണ്? പ്രണവ് മോഹൻലാൽ കേരളത്തിൽ എന്ത് ഹിറ്റ് ഉണ്ടാക്കിയിട്ടാണ്? അപ്പോൾ കാര്യമായൊരു ഹിറ്റ് ഉണ്ടാക്കിയിട്ടില്ല. ആകെ കൂടി കുറച്ച് ആൾക്കാർ കണ്ട ഒരു സിനിമ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞ് എനിക്ക് പ്രണവിൻ്റെ സിനിമ ഹൃദയമായിരിക്കും. അതിനുശേഷം അദ്ദേഹത്തിന് അങ്ങനെ ഭയങ്കര ഹിറ്റ് ഉണ്ടാക്കില്ല. പക്ഷേ പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു സ്നേഹമാണ്. ഇപ്പോഴും അതിന് വലിയ ഫാൻ ഫോളോയിങ് അദ്ദേഹത്തിനുണ്ട്. എന്താണ്, മോഹൻലാലിൻ്റെ മകനാണ്, അതിൻ്റെ ഒരു തുടർച്ചയാണത്. അതുകൊണ്ട് ആ പ്രിവിലേജ് കിട്ടുന്നുണ്ട്. ഈ പ്രിവിലേജ് കിട്ടുന്ന മനുഷ്യന്മാർക്ക് പ്രശ്നം, അവർക്ക് മനസ്സിലാവില്ല ഞങ്ങൾ പ്രിവിലേജ് അനുഭവിക്കുകയാണെന്ന്. നമ്മൾ എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. എന്ത് പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടുള്ളത്? നേരത്തെ ജാതിയുടെ കാര്യം പറഞ്ഞല്ലോ, ജാതി എന്ത് ജാതി എന്ന് ചോദിക്കില്ലേ? അതുപോലെയാണ് പ്രിവിലേജ് അനുഭവിക്കുന്ന, പ്രിവിലേജ് കിട്ടുന്ന മനുഷ്യർക്ക് ഞങ്ങൾ പ്രിവിലേജ് കിട്ടുന്നുണ്ടോ, ഞങ്ങൾ പ്രിവിലേജ് എടുക്കുന്നുണ്ടോ എന്ന കാര്യം മനസ്സിലാവില്ല. ഞാൻ ഒറ്റയ്ക്കൊരു വ്യക്തിയല്ലേ, പ്രസ്ഥാനമല്ലേ, ഞാൻ ഒറ്റയ്ക്കല്ലേ വളർന്നു വന്നതെന്ന് അവർ ചോദിക്കും. അത് കേൾക്കുമ്പോൾ രസമാണ്. പക്ഷേ ഒറ്റയ്ക്കല്ല അവർ വളർന്നു വന്നിട്ടുള്ളത്. അവർ വളർന്നു വന്നതിന് പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. ഒറ്റയ്ക്ക് വളർന്നു വന്നവരുണ്ട്. ഇപ്പോൾ ദുൽഖർ സൽമാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സമീപകാലത്ത് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ അദ്ദേഹം ഔട്ടായി പോകും? ഔട്ടായി പോവില്ല. ഔട്ടായി പോകാതിരിക്കാൻ അദ്ദേഹത്തിന് പലതരത്തിലുള്ള പില്ലേഴ്സിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിനെ ഔട്ടാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചാൽ നടക്കില്ല. പക്ഷേ അങ്ങനെ ഔട്ടായി നിൽക്കുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന താരങ്ങൾ വേറെ ഉണ്ട് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ദുൽഖർ സൽമാൻ ഇങ്ങനെ അതിവേഗത്തിൽ മമ്മൂട്ടിയുടെ പേര് കുടഞ്ഞു കളയാൻ ശ്രമിച്ചാൽ, 2022 ഇൻ്റർവ്യൂ ആണല്ലോ, കുറച്ചുകൂടി നേരത്തെയാണ്, അതത്ര ഈസി ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ആശങ്ക എനിക്ക് പിടിയിട്ടില്ല. ഇനി വേറെ വല്ല ആസ്പെക്ട്സും ഉണ്ടോ എന്ന്. അദ്ദേഹത്തെ ഇന്തുമാത്രം അദ്ദേഹം ഇവിടെ പോയി ഇപ്പോൾ എന്താ പറയുന്നത്, തെലുങ്കിലൊരു സിനിമ എടുത്തത് ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. ഹിന്ദിയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യുന്നു. കേരളത്തിന് പുറത്താണ് ഇപ്പോൾ കൂടുതൽ അദ്ദേഹം ആലോചിക്കുന്നത്. പാൻ ഇന്ത്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ തന്നെ, പാൻ ഇന്ത്യയിലായും ചോദിച്ചു, സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന കേരളത്തിലെ അപൂർവം താരങ്ങളൊരായിട്ട് അദ്ദേഹം വളർന്നു വന്നിട്ടുണ്ട്. ഈ ബാഗേജ് അദ്ദേഹത്തിന് വലിയ തടസ്സം ഉണ്ടാക്കി തോന്നുന്നില്ല. എനിക്കൊന്നൊരു ചോദ്യോത്തരത്തിൽ അദ്ദേഹം വളരെ ഓഫൻഡായി പറഞ്ഞു പോയിട്ടുള്ളൊരു വാചകമാകാനാണ് സാധ്യത. ഞാനത് കണ്ടില്ല കേട്ടോ. അജിംസ്, അങ്ങനെ കഴമ്പില്ലാത്തൊരു കൺസേണോ ആശങ്കയാണോ ദുൽഖറിൻ്റേത്? അല്ല, ഈ സ്റ്റാർ കിഡ്സ് എന്ന് പറയുന്ന ഈ നെപ്പോ കിഡ്സ് എന്നൊക്കെ ആളുകൾ കളിയാക്കി വിളിക്കുന്ന ആളുണ്ടല്ലോ. ഇപ്പോൾ ദുൽഖർ, പ്രണവ് മോഹൻലാൽ, രൺബീർ കപൂർ. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നത് രൺബീർ കപൂർ മാത്രമാണ് ഈ ഒരു പ്രതിസന്ധിയെ വിജയകരമായി അതിജീവിച്ച ഒരാൾ.
കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനേക്കാൾ നല്ല നടനാണ് അദ്ദേഹം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം മോശമായിരുന്നല്ല, അച്ഛൻ മോശമായിരുന്നല്ല ഞാൻ പറയുന്നത്. ഋഷി കപൂർ നല്ല നടൻ തന്നെയായിരുന്നു. പക്ഷേ ഒരു അഭിനയ ചാതുര്യം വെച്ച് നോക്കുമ്പോൾ രൺബീർ കപൂർ വളരെ മികച്ച നടനാണ് ഋഷി കപൂറിനേക്കാൾ താരതമ്യം ചെയ്യുമ്പോൾ, അല്ലേ? തീർച്ചയായും. പക്ഷേ ഈ പ്രണവ് മോഹൻലാലും ദുൽഖർ സൽമാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ഒരു മോശം നടനൊന്നുമല്ല, വളരെ നല്ല നടൻ തന്നെയാണ്. ഒരു താരശരീരമുള്ള ഒരാളാണ് പുള്ളി. ഹൈറ്റും ശബ്ദവും എല്ലാം വെച്ചിട്ട് ഒരു താരശരീരമുള്ള ഒരാളാണ്. പ്രണവ് മോഹൻലാൽ മോശം നടനൊന്നുമല്ല. പക്ഷെ ഇവർ നേരിടുന്നൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഇവരെ കാണുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ഇവരുടെ പിതാക്കന്മാരെ ഓർത്തു പോകുന്നു. ഇപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ അഭിനയം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും മോഹൻലാലിനെയാണ്. ദുൽഖർ സൽമാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി ഓർമ്മ വരും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി ഇവിടെ സ്റ്റാറായി നിൽക്കുകയാണ്. ഹൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി മോഹൻലാൽ ഓൾറെഡി ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഇന്നും താരരാജാക്കന്മാർ മലയാളത്തിൽ. അവരുടെ കുട്ടികൾ അഭിനയിക്കുമ്പോൾ, അവരുടെ മക്കൾ അഭിനയിക്കുമ്പോൾ നമുക്ക് അവരെ പെട്ടെന്ന് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരെ പ്രേക്ഷകരുടെ ഒരു പ്രശ്നം കൂടിയുണ്ട് അതിൽ. നമ്മൾ അവരെ പെട്ടെന്ന് കമ്പയർ ചെയ്യും. പ്രണവിനെ കാണുമ്പോൾ വിൻറ്റേജ് മോഹൻലാലിനെ നമുക്ക് ഓർമ്മ വരും. ദുൽഖറിനെ കാണുമ്പോൾ മമ്മൂട്ടിയുടെ അഭിനയ ജാതി ഓർമ്മ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് പോരാ, താരതമ്യം. ഇതൊരു പ്രശ്നം തന്നെയാണ്. ഇത് ചിലപ്പോൾ ദുൽഖറിന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇതൊരു പ്രശ്നമാണ്. അത് പ്രേക്ഷകരുടെ കുഴപ്പമല്ല. അത് ഒന്നുകിൽ അവരുടെ അച്ഛന്മാരുടെ അഭിനയം നിർത്തിയിട്ട് ഞങ്ങൾ അഭിനയിക്കാൻ പറ്റണമെന്ന് പറയണം, അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറയണം ഞങ്ങളെ കമ്പയർ ചെയ്യരുത് പ്ലീസ് എന്ന് പറയണം. ഇതങ്ങനെ ഓർമ്മ വരുന്ന അവർ നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ പ്രണവ് മോഹൻലാലിനെ കാണുമ്പോൾ, ചില അഭിനയം കാണുമ്പോൾ പഴയ വിൻറ്റേജ് മോഹൻലാലിനെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കും മോഹൻലാലായിരുന്നു നല്ലത്, ഇത് ശരിയായിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ മോഹൻലാലായിരുന്നു നല്ലത് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതിൽ വിനീത് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണൊരു പ്രശ്നം. അപ്പോൾ ദുൽഖറിനെ സംബന്ധിച്ച് ദുൽഖറിന് മലയാളത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം നല്ല നടനൊക്കെ തന്നെയാണ്. ഇപ്പോൾ ചാർലിയിലൊക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അഭിനയിച്ച നമുക്കറിയാലോ. അതിന് നല്ല ഹിറ്റ് പടങ്ങളും ഉണ്ട്, പല പടങ്ങളും ഹിറ്റുമാണ്. പക്ഷേ ദുൽഖറിന് ഒരു തിരിച്ചടി നേരിട്ടത് കിങ് ഓഫ് കൊത്ത ഇറങ്ങിയപ്പോഴാണ്. അതിൽ പോലും ഞാൻ ആ സിനിമ കണ്ടു നോക്കി എന്താണ് ആ സിനിമയുടെ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട്. അതിൽ ദുൽഖറിൻ്റെ കുഴപ്പം കൊണ്ടല്ല ആ സിനിമ മോശമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ഒരു മോശം അറ്റംപ്റ്റ് ആയിരുന്നു. ആ സംവിധായകൻ്റെ ഫസ്റ്റ് പടമാണ്, അതിൻ്റെ ക്രാഫ്റ്റിൽ തന്നെയായിരുന്നു പ്രശ്നം. അല്ലാതെ ദുൽഖറിന് എടുത്താൽ പൊങ്ങാത്ത റോളോ അല്ലെങ്കിൽ ഒരു മാസ് മൂവി ചെയ്യാൻ ദുൽഖറിന് കഴിയില്ല എന്നുള്ളതല്ല. ദുൽഖറിന് കഴിയുക തന്നെ ചെയ്യും. കുറിപ്പ് നല്ല പിന്നെ വളരെ നന്നായിട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ ഇത് കൊത്തയുടെ പ്രശ്നം വെച്ചാൽ അതിൻ്റെ ക്രാഫ്റ്റിലുണ്ടായിരുന്ന പ്രശ്നമാണ്. അതേസമയം തന്നെ ദുൽഖർ അഭിനയ പ്രാധാന്യമുള്ള റോളുകളിൽ ഇതര ഭാഷകളിൽ അഭിനയിക്കുന്നുണ്ട്. അതിന് വലിയ അക്സെപ്റ്റബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയൊരു പാൻ ഇന്ത്യൻ നടൻ ദുൽഖറാണെന്ന് ഞാൻ അഭിപ്രായപ്പെടില്ല. അത് ഫഹദ് ഫാസിലാണ് കുറേ കൂടി ഫാൻ ഫോളോവേഴ്സ് പുറത്തുള്ളത്. പക്ഷേ ദുൽഖറിൻ്റെ ആ ഒരു അക്സെപ്റ്റബിലിറ്റി അവിടെ ഉണ്ട്. ഇപ്പോൾ ചുപ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ നിഷാദ്, വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അതിൽ സീതാരാമം വളരെ നല്ല പെർഫോമൻസാണ് ദുൽഖർ സൽമാനെ സംബന്ധിച്ച്. അപ്പോൾ ദുൽഖറിനെ സംബന്ധിച്ച് ഇതൊരു തടസ്സമാണ്. മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ജോണറുകൾ, അതിൻ്റെ പ്ലോട്ട്, ഇതെല്ലാം ഈ പിതാവ് ഇവിടെ അഭിനയിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു തടസ്സമാണ്. അതേസമയം അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് മറ്റ് ഭാഷകളിൽ അതായിരിക്കും അദ്ദേഹം പറയാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്ക ദുൽഖറിനുണ്ടെങ്കിൽ അത് തീർത്തും അനാവശ്യമായ ആശങ്കയാണ്. ഇനിയും മലയാളത്തിൽ പടങ്ങൾ ചെയ്യണം, ദയവേത് ധൈര്യമായി എന്നല്ല, ദയവേത് പടങ്ങൾ ചെയ്യണം. അങ്ങേ കാത്തിരിക്കുന്ന വലിയ ഫാൻ ബേസ് പുറത്തുണ്ട് എന്നും കൂടി പറയുകയാണ്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്ന നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.